രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോ നാഥൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ എക്സാംസ് നിങ്ങൾക്കൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ പഠനമാകുന്ന ഓട്ടമത്സരത്തിന് നടുവിൽ ഈ പരീക്ഷയാകുന്ന ഒരു കടമ്പ എത്തുമ്പോൾ നിങ്ങൾ പിടഞ്ഞു വീഴുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശം ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹീലിംഗ് ടച്ച് ഇന്ന് ചാട്ടുളി പോലെ കടന്നു പോകുന്നത് ഈ ഒരു മേഖലയിലേക്കാണ്. നിങ്ങൾ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നമുക്കൊന്നിയേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരാം. ഒരു കാര്യം ഉറപ്പാണ്, ഫിലിപ്പിയുടെ പുസ്തകം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം വരിക്കാൻ പറ്റുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ തകർന്ന തരിപ്പണമായി പല എക്സാമുകളും ഒരു തോൽവി സമ്മതിച്ച് പഠിച്ചത് മുഴുവൻ എഴുതാൻ പറ്റാതെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശം ഇതാ ഹീലിംഗ് ടച്ചായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് കാത്തിരിക്കുകയാണ്. നമുക്കൊന്നൊരുങ്ങാം. ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നീ പകച്ചു നിൽക്കുകയാണോ? ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നീ മനസ്സിൽ വിധിയെഴുതിയോ? ഇതാ, രക്ഷകനായ യേശുനാഥൻ നിന്നെ ഏറ്റെടുക്കുന്നു. ഇനി നീ പഴയ വ്യക്തിയല്ല, യേശുവിൻ്റെ പൈതലാണ്. നിന്റെ സങ്കടങ്ങൾ എല്ലാം ഇതാ സന്തോഷമായി മാറുന്നു. വേദനകളെല്ലാം കൃപകളായി മാറുന്നു. യേശുവിൻ്റെ കരം നിന്നെ ഇതാ സ്പർശിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നീ ഒരു പരീക്ഷാ കാലഘട്ടത്തിലൂടെയാണോ കടന്നു പോവുക? നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ എന്നും ഒരു സുനാമി പോലെ ആയി മാറുന്നുണ്ട്. പല കുട്ടികളുടെ ജീവിതം എടുത്താലും ഇന്ന് പരീക്ഷകൾ ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഓരോ എക്സാമിൻ്റെ സമയത്തും നിരവധി കുട്ടികൾ രോഗത്തിൻ്റെ നടുവിലാണ്. പല കുട്ടികൾക്കും പഠിച്ചത് മുഴുവൻ പേപ്പറുകളിൽ എത്തിക്കാൻ പറ്റാതെ തകർന്നു വീഴുകയാണ്. ചില കുട്ടികളുടെ കൈകൾ വിറച്ചുകൊണ്ടേയിരിക്കും. മറ്റു ചില കുട്ടികളാകട്ടെ, അവർക്ക് കൈകൾ വിയർക്കുന്ന സാഹചര്യമാകാം ഉണ്ടാകുന്നത്. ചില വ്യക്തികൾ കഠിനമായ രോഗത്തിലേക്ക് അടിമപ്പെടാം. അതായത് തലവേദനകൾ, വയറുവേദനകൾ, ശരീരം മുഴുവൻ പനി പിടിക്കുന്നത് പോലെ ചില വ്യക്തികൾ കടന്നു പോകുന്നു. ഏതോ ഒരു ഭയം ഒരു മാനസികമായ രോഗത്തിലേക്ക് വരെ കൊണ്ടുപോകുന്നത് പോലെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം, അത് 7 തൊട്ട് വായിക്കുമ്പോൾ വളരെ നിർണായകമായ വചനങ്ങൾ ദൈവം ഇതിന് നൽകിയിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റിറമ്പിൽ നട്ട മരം പോലെയാണ്. ആ മരത്തിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. വരൾച്ചയുടെ കാലത്തെ അതിന് ഭയമില്ല. അതെല്ലാ കാലത്തും ബലം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുക? ഒരു സൗഖ്യത്തിന്റെ കരസ്പർശം നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല.
കാരണം നീ അറിയാതെയാണ് നിന്റെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ കടന്നു വരിക. ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല പല എക്സാമിലും നീ തോറ്റുപോവുക. പലപ്പോഴും എക്സാമിൻ്റെ വിജയമോ തോൽവിയോ എന്നതിനേക്കാൾ ഉപരി പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ വേദന വരുവാൻ കാരണം അതിൻ്റെ പിന്നിൽ ഏതോ ഒരു ഭയം ഒളിഞ്ഞിരിക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ ആകുലതകൾ കടന്നു വരുന്നുണ്ടോ എന്നാണ്. ഏറ്റവും അധികം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ആകുലതയാണ്. ഫിലിപ്പിയുടെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും സങ്കീർത്തനങ്ങളിലും ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുവാൻ വചനം നമ്മളോട് വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ 14:1 നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. ഈ വചനം നമ്മുടെ നെഞ്ചിലേക്ക് കടന്നു വരണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ആകുലപ്പെടുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ളൊരു വിശ്വാസമില്ലാഴികയാണ്. ഓർക്കുക, ഒരു വ്യക്തി അവൻ പാസ്സാകുന്നത് അവൻ പഠിച്ചതുകൊണ്ട് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ പഠിക്കുന്നത് തന്നെ എക്സാമിന് കൊണ്ടുവരുവാനും വരുന്നതിനെ പരിപൂർണമായി എഴുതുവാനും കരുത്തു തരണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഭയം എന്നൊരാത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കേണ്ടത്, എൻ്റെ ആകുലതയെ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനമെടുക്കാം. പോയിന്റ് നമ്പർ 2, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ഒരു നിരാശയാണ്. എന്താകാം ഈ നിരാശ? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ തോറ്റതാണ്. കഴിഞ്ഞ പ്രാവശ്യവും എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് കുറവായി. പലപ്പോഴും പഴയ കാലഘട്ടത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നിരാശ അടുത്ത ഭയമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കരുതും, എൻ്റെ ജീവിതത്തിൽ എന്നെ കൊള്ളത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, മാത്തമാറ്റിക്സ് പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് പാടാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ ഒരു നിരാശ എടുത്തു വെച്ച് കഴിഞ്ഞു. അതായത് എന്നെ എൻ്റെ അധ്യാപകൻ വഴക്ക് പറഞ്ഞത്, എന്നെ എൻ്റെ ടീച്ചർ വഴക്ക് പറഞ്ഞത്, എന്നെ എൻ്റെ മാർക്കിൽ തോറ്റുപോകുവാൻ കാരണമായത്, ഈ സംഭവങ്ങളെല്ലാം എടുത്ത് ഞാൻ കടന്നു പോകുമ്പോൾ ഓർക്കുക, ഈ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നസ്രായനായ യേശു വളരെ വ്യക്തമായി 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം 27, 28, 29 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അജ്ഞാനികളെയും ഈ ലോകത്തിലെ ബലമുള്ളവയെ ലജ്ജിപ്പിക്കാൻ ബലമില്ലാത്തവയും ലോകത്തിൽ കേവലം നിസ്സാരങ്ങളായവയും ദൈവം തെരഞ്ഞെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആരും ദൈവത്തിനു മുമ്പിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ് അവൻ ഇങ്ങനെ ചെയ്തു എന്നതാണ് ബൈബിൾ പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ബുദ്ധിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഡോൺ വറി, ദൈവത്തിന് നിന്നെ തൊടാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ ബലമെന്ന് പറയുക നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു ബലമല്ല. ബലമെന്ന് പറയുക നമ്മുടെ ബലഹീനതയാണ്. കാരണം ബൈബിൾ പറയുന്നു, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുക. എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ നീ വീക്കാകുന്നത്, എവിടെയാണോ നീ തോറ്റത്, തോൽവിയാണ് ദൈവത്തിന്റെ അനുഗ്രഹമായി നിന്റെ ജീവിതത്തിലേക്ക് മാറുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, തോൽവി വിജയത്തിന് മുന്നോടിയാണെന്ന് മുൻകൂർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കാണണം. ഇന്ന് തൊട്ട് തലവേദന വരുമ്പോൾ, അല്ലെ തോറ്റുകൊടുക്കുവാൻ സാഹചര്യം ഒരുക്കുമ്പോൾ, അതിൻ്റെ അകത്തേക്ക് കയറി ദൈവവചനത്താൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എൻ്റെ ദൈവത്താൽ എനിക്ക് അനുഗ്രഹം സാധ്യമാവുമെന്ന്. തോറ്റുകൊടുക്കുവാൻ തയ്യാറെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ പോലും സാധ്യതയില്ല. തോൽവി എല്ലാ കാര്യത്തിലും കടന്നു വരും. പക്ഷെ തോൽവി ഒരിക്കലും ഒന്നിൻ്റെയും അന്ത്യമല്ല. തോൽവിയെ വിജയമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഫിലിപ്പിയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം ഒരു കാര്യം വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ള വലിയ ഉന്നതമായ കാര്യങ്ങളെ നോക്കി ഞാൻ ഓടുമെന്നാണ് പൗലോസ് ശ്ലീഹ പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, പഴയ കാലത്തും
പഴയ ജീവിതത്തിലും പഠിച്ച മേഖലയിലും എനിക്ക് പറ്റുന്നില്ല, ഞാൻ തോറ്റുപോകും, ഞാൻ തീർന്നു എന്ന് കരുതുന്നിടത്ത് ആ ഓർമ്മകളെ ഇന്ന് ഈ ക്രൂശിതന്റെ മുന്നിൽ നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, നിന്റെ ഓർമ്മകൾ മുറിയുമ്പോൾ, നിന്റെ ഓർമ്മകളിൽ വേദനയാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുവാനും ഒരു വിജയമുണ്ടാകുവാനും സാധ്യത വളരെ കുറവാണ്. എനിക്കറിയാവുന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ +2 പഠിക്കുമ്പോൾ അവൾ വളരെ ഉന്നതമായി പഠിച്ചു വരുന്ന സാഹചര്യം. +2 എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടത് എന്നൊരു സംശയം അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അങ്ങനെ എക്സാം സമയത്ത് അവൾക്ക് കഠിനമായ മൈഗ്രെയിൻ തലവേദനകൾ വന്നു തുടങ്ങി. ഓരോ എക്സാമിനും അവൾ തലവേദനകളുടെ നടുവിലൂടെ കടന്നുപോയി. വീട്ടുകാർ പേടിച്ചു. ഹോസ്പിറ്റലിലൂടെ കടന്നുപോയി. പലതരത്തിലുള്ള മെഡിസിൻസ്, പലതരത്തിലുള്ള സ്കാനിങ് സെന്ററുകളെ അവൾ കടന്നുപോയി. ഒരിടത്തു പോലും അവൾക്കൊരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ദൈവവചനത്തിന്റെ ബലത്തിൽ അവളെ കൂട്ടിമുട്ടുവാൻ കാരണമായത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അവളോട് ദൈവം പറഞ്ഞ വാക്കിതാണ്: നിന്റെ ഉള്ളിൽ ഭയമാണ്, ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാൻ. 365 പ്രാവശ്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒന്ന് വിശ്വസിച്ചേ. എന്തിനാണ് ഭയപ്പെടുക? എക്സാമിന് പഠിച്ചത് എഴുതണം. ആരും നിന്നെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിന് സാധ്യതയില്ല. ദൈവം തോൽപ്പിച്ചില്ലെങ്കിൽ, കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാവൽ വ്യർത്ഥമാണെന്നാണ് ബൈബിൾ പറയുക. ഇന്നത്തെ ദിവസം സങ്കീർത്തനത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു അധ്യായം എടുത്തു വെച്ചിട്ട് അങ്ങ് വായിക്കണം. വായിച്ചിട്ട് പ്രയാസമുള്ള മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ എടുത്തു വെച്ചിട്ട് കൈകൾ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: എന്റെ ദൈവത്താൽ ഈ സബ്ജക്റ്റ് എനിക്ക് അനുഗ്രഹമാകും, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒരു സങ്കീർത്തനം വായിച്ച് കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കുവാൻ തുടങ്ങണം. എന്നിട്ട് ധൈര്യമായി നിങ്ങൾ എക്സാമിന് പോകണം. പോകുന്ന സമയത്ത് നിങ്ങളുടെ അകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം: എൻ്റെ യേശുവിനാൽ ഞാൻ എഴുതും, എൻ്റെ യേശു ക്രിസ്തുവിനാൽ ഞാൻ എഴുതും. നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു വാക്ക് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കണം. തോറ്റുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കരുത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്താൽ നിങ്ങൾക്ക് സകലതും സാധ്യതയുണ്ട്, സകലതും സാധ്യമാകും. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഒരു കഥയുണ്ട്. മാത്തമാറ്റിക്സിന് 0 ആയിരുന്നു. ഈ വ്യക്തിയെയാണ് ദൈവം സയൻസിൽ വൺ ഓഫ് ദ ലീഡിംഗ് മെമ്പറായി ദൈവം ഉയർത്തിയത്. തോമസ് ആൽവ എഡിസൺ. 1000-ലധികം കണ്ടുപിടുത്തങ്ങളാണ് എഡിസന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. സ്വന്തം വീട് കത്തിയമരുമ്പോൾ എഡിസൺ അത് നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കത്തിയമരുന്ന വീട്ടിലേക്ക് നോക്കിയിരുന്ന തീനാളങ്ങളുടെ നടുവിൽ അവനൊരു സ്വപ്നം കണ്ടു. അങ്ങനെ ചരിത്രത്തിന്റെ നടുവിൽ ലോകത്തിൽ ബൾബുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഫിലമെന്റ് സൃഷ്ടിക്കുവാൻ എഡിസന് കാരണമായത് വീടിന്റെ കത്തിയെരിയലാണ്. ചിലപ്പോൾ കണക്ക് നീ തോറ്റുപോയതാകാം, ഫിസിക്സിൽ നീ ഇല്ലാതായതാകാം. ഓർക്കുക, ഇതൊന്നും ഒരു വിഷയമല്ല. ഈ തോൽവിയാണ് ദൈവം നിന്നെ ഒരു ഫിലമെന്റ് പോലെ ഉയർത്തുവാൻ കാരണമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇതാ അനുഗ്രഹത്തിന്റെ സന്ദേശം നിന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി. വലത് കൈ മാറോട് ചേർത്ത് പിടിക്കാം, അകത്തേറ്റെടുക്കാം. എന്റെ ക്രൂശിതനായ ദൈവം അവന്റെ സൗഖ്യത്തിന്റെ കരങ്ങളാൽ എന്നെ സൗഖ്യപ്പെടുത്തും. തോൽക്കുവാനല്ല, ദൈവത്തിന്റെ വചനത്താൽ ഉയർന്നു പറക്കുവാൻ ദൈവം നിന്നാൽ ആഗ്രഹിക്കുന്നു എന്നത് ഉറപ്പാണ്. ഓർക്കുക, ദൈവത്തിന്റെ കരമായി മാറേണ്ടത് നീയാണ്, ദൈവത്തിന്റെ ചിന്തയായി മാറേണ്ടത് നീയാണ്. നമുക്ക് പരിപൂർണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് വിട്ടുകൊടുക്കാം. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ.
മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. ഇതാ യേശുവിൻ്റെ കരസ്പർശം നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാ രക്ഷകന്റെ കരം നിന്റെ കണ്ണീർ തുടയ്ക്കുന്നു. ഇതാ കരുണയുടെ ദൈവപുത്രൻ കരം നീട്ടി നിന്നെ മാറോടു ചേർക്കുന്നു. യേശുവിൻ്റെ മുറിവേറ്റ കരം നിന്നെ സുഖപ്പെടുത്തുന്നു. ഇത് ജീവിക്കുന്ന ദൈവപുത്രൻ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം, യേശുവിൻ്റെ മുറിവിനാൽ വിടുതൽ. അവൻ്റെ സവിധേ അണഞ്ഞവരാരും ഇന്നോളം നിരാശരായ ചരിത്രമില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, വേദനയുണ്ടാകാം, ഇപ്പോഴും ചെറിയ നിരാശ പോലെ എനിക്ക് പറ്റുമോ എന്ന് ഉള്ളിലൊരു തോന്നൽ ഉണ്ടാകാം. പക്ഷെ ഓർക്കണം, നീ സ്നേഹിക്കുന്നത്, വിശ്വസിക്കുന്നത് നിന്റെ യേശുവിനെയാണ്. ഈശോ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നീ തോറ്റ് ഇല്ലാതാകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം നിനക്ക് ബലമേകും. യെശയ്യായുടെ പുസ്തകം 49 അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് ഏറ്റെടുക്കുക. വാക്യം ഇങ്ങനെയാണ്: തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കി അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രയേലേ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അല്ലയോ പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ ആവനാഴിയിൽ നീ ഒളിച്ചു വെച്ചൊരസ്ത്രം പോലെയാണ്. ഈ എക്സാമിന് ഒളിച്ചു വച്ചിരിക്കുന്ന അസ്ത്രം പാഞ്ഞു പോകുന്നത് പോലെ എക്സാമിന് നീ പാഞ്ഞു പോകണം. വലിയ പടക്കുതിരയുടെ മുകളിൽ കയറി യുദ്ധം ചെയ്യുന്നത് പോലെ നീ യുദ്ധം ചെയ്യണം. എന്നാലും ആദ്യം ഒരു ഭയം തോന്നാം, ഉള്ളിലൊരു വിഷമം തോന്നാം. ഒരു പ്രാവശ്യം കൂടി അതിനെ ഒന്ന് തോപ്പിക്കണം. 1 മൈൽ ഓടുവാൻ എടുക്കുന്ന ശ്രമം 2 മൈലാക്കുക. ഒന്നുകൂടൊന്ന് വർദ്ധിക്കുക, ഒന്നുകൂടൊന്ന് ഓടുക. ദൈവം നിന്റെ ശ്രമങ്ങളെ അനുഗ്രഹിക്കും. തോറ്റുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്. നിന്റെ ദൈവത്താൽ നീ വിജയിച്ചേ മതിയാവുകയുള്ളൂ. ദൈവം നിന്റെ കരങ്ങളിൽ കൈവച്ചു കഴിഞ്ഞു. നിന്റെ ഹൃദയത്തിൽ ദൈവം ആത്മാവിനെ അയച്ചു കഴിഞ്ഞു.
സകലതിലും വിജയം വരിക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം. ദൈവം നിന്നെ സഹായിക്കട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ